തൃശൂർ കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24 നടത്തിയ നിർണായകമായ വെളിപ്പെടുത്തലിൽ അന്വേഷണ സംഘം ഇന്ന് മൊഴി രേഖപ്പെടുത്തും. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് കേസിൽ തുടരന്വേഷണത്തിന് അനുമതി ലഭിച്ചതോടെയാണ് മൊഴിയെടുക്കുന്നത്. മൊഴി നൽകാൻ പോലീസ് ക്ലബിലെത്തുന്ന തിരൂർ സതീശന് പ്രത്യേക പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങൾ നൽകാനുണ്ട്. സൂരജ്, 24 നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇപ്പോൾ കൊടകര കുഴൽപ്പണ കേസ് വീണ്ടും സജീവമായ നിയമ പ്രശ്നമായി മാറിയിട്ടുള്ളത്. കോടതി പറഞ്ഞതനുസരിച്ചിട്ടാണല്ലോ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതിൽ മൊഴി രേഖപ്പെടുത്തൽ എപ്പോഴുണ്ടാകും? വിശദാംശങ്ങൾ എന്തൊക്കെ? ഗോപികൃഷ്ണൻ, അല്പസമയത്തിനകം തന്നെ ഈ മൊഴി നൽകുന്നതിന് വേണ്ടി തിരൂർ സതീഷ് ഞാനിപ്പോൾ നിൽക്കുന്ന തൃശൂർ പോലീസ് ക്ലബിലേക്ക് എത്തും. 24 തിരൂർ സതീഷ് നടത്തിയ നിർണായക വെളിപ്പെടുത്തലാണ് വീണ്ടും കൊടകര കേസ് തുടരന്വേഷണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ബി.ജെ.പി. ഓഫീസിലേക്ക് ചാക്കുകെട്ടുകളിൽ കോടിക്കണക്കിന് രൂപ എത്തിച്ചു എന്നുള്ളതായിരുന്നു തിരൂർ സതീഷ് 24 നടത്തിയ വെളിപ്പെടുത്തൽ. ഈ കോഴിക്കോട് നിന്ന് പണം എത്തിച്ച ധർമ്മരാജൻ ഇതിനു മുന്നോടിയായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനുമായും ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഇലക്ഷൻ മെറ്റീരിയൽസ് എത്തിക്കുന്ന ആളാണ് ധർമ്മരാജൻ എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മരാജനെ തനിക്ക് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും ജില്ലാധ്യക്ഷനും ചേർന്ന് പരിചയപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലായിരുന്നു 24 തിരൂർ സതീഷ് നടത്തിയിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തുടരന്വേഷണം പ്രഖ്യാപിക്കുന്നത്. 29 ദിവസങ്ങൾക്ക് ശേഷം ഈ തുടരന്വേഷണത്തിന് കോടതി അനുമതി നൽകുകയും ചെയ്തു. ഇതോടുകൂടിയാണ് തിരൂർ സതീശിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്ന. അല്പസമയത്തിനകം തന്നെ തിരൂർ സതീഷ് ഇങ്ങോട്ടേക്ക് എത്തും. തിരൂർ സതീശിന്റെ സുരക്ഷ മാനിച്ചുകൊണ്ട് പ്രത്യേക പോലീസ് എസ്കോർട്ടോട് കൂടിയാണ് ഈ തിരൂർ സതീശിന്റെ വീട്ടിൽ നിന്ന് നിലവിൽ തൃശൂർ പോലീസ് ക്ലബിലേക്കുള്ള യാത്ര. ഒരു 5 മിനിറ്റിനകം തന്നെ തിരൂർ സതീഷ് ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും എന്നുള്ള വിവരമാണ് നമുക്ക് വരുന്നത്. എന്തായാലും ആരെയൊക്കെ തുടർ ചോദ്യങ്ങൾ ചെയ്യണം എന്ന് സംബന്ധിച്ചുള്ള വിശദമായ പട്ടികയടക്കം നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗോപികൃഷ്ണൻ. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് പരിശോധിക്കാനുണ്ട്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുന്നു. അതിന്റെ വിശദമായ റിപ്പോർട്ടുകൾ നമുക്ക് പരിശോധിക്കാനുണ്ട്. വളരെ ചെറിയൊരു ഇടവേള, മറ്റു വാർത്തകൾ നമുക്ക് നോക്കാം ഇടവേളയ്ക്ക് ശേഷം.